ഹായ് എല്ലാവർക്കും സുഖമായിരിക്കുന്നേ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഓടാൻ പോയിട്ടില്ല. ഇന്ന് വീട്ടിൽ തന്നെ എക്സസൈസ് നല്ലോണം എക്സസൈസ് ചെയ്ത് കേട്ടോ. നോക്കട്ടെ വേർത്ത് കുളിച്ച്. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് അറിയുക, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. ഇത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, എന്നാലും എൻ്റെ ഒരു നിരീക്ഷണമാണ് ഞാൻ പറയുന്നത്. എൻ്റെ കയ്യിൽ കണ്ട ഈ ഒരു പുതപ്പ് വേണ്ട, ഇങ്ങനത്തെ പുതപ്പ് എല്ലാവരുടെ വീട്ടിലും ഉണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഇതാ വാങ്ങുന്നത് ചെറിയ പൈസക്ക് ഓഫർ എന്നെല്ലാം പറ്റി സാധനം കിട്ടാനുണ്ട്. അപ്പോൾ ഈ പുതപ്പിൻ്റെ ഒരു ദൂഷ്യഫലം എനിക്ക് തോന്നുന്നതാണ്. കാരണം എനിക്ക് കുറച്ചായിട്ടൊരു ശ്വാസം മുട്ടലുണ്ടാവലുണ്ട് രാത്രിയാകുമ്പോൾ. അപ്പോൾ എന്താണെന്നൊരു പിടുത്തമില്ല. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് കാരണം ചിന്തിക്കൽ കുറച്ച് കൂടുതലാണല്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കി വെച്ചാൽ ഈ പുതപ്പിൻ്റെ ഈ രോമങ്ങളുണ്ട, ഇതെന്തോ ഒരു തരം പൊളിസ്റ്ററാണ് സാധനം. പിന്നെ ഇതിൻ്റെ രോമങ്ങൾ എന്തായാലും കോടിക്കണക്കിനുണ്ടാകും. അപ്പോൾ ഡെയിലി ഇതിൻ്റെ അകത്ത് നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ പൊട്ടി പോകുന്നുണ്ടാവും. ഇത് അന്തരീക്ഷത്തിൽ കലരുന്നുണ്ടാവും. ശ്വസിക്കുമ്പോൾ ഇത് നമ്മുടെ ഉള്ളിലേക്ക് പോവുക. അപ്പോൾ എന്തായാലും അലർജി വരാനും ജലദോഷം വരാനും ചാൻസ് ഏറ്റവും കൂടുതലാണ് ഇതുപോലത്തെ പുതപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ. നമ്മൾ കുട്ടികൾക്കെല്ലാം നല്ല കൈനെ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റാണല്ലോ. അപ്പോൾ നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്കെല്ലാം പുതക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമായത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡേഞ്ചറാണ് എനിക്ക് തോന്നിയത്. ഇത്രയധികം ഈ നേരിയ രോമങ്ങളുള്ള ഈ സാധനം ഇളകാനും അത് നമ്മളെ ശ്വാസകോശത്തിലെത്തി പ്രോബ്ലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് കോട്ടൻ്റെ സാധാ പുതപ്പാണെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഒന്ന് തട്ടിക്കുടഞ്ഞ അതിൻ്റെ പൊടിയെല്ലാം പോയി. ഇതിലെന്ന് വെച്ചാൽ നമ്മൾ ഈ രോമം പോലത്തെ ആയതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലുള്ള പൊടിയും ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. കുടഞ്ഞാലൊന്നും മുഴുവനായിട്ട് പോകില്ല. പിന്നെ ഇതിൻ്റെ ഈ രോമങ്ങൾ ഇളകുന്ന പ്രശ്നം എല്ലാം കൊണ്ടും ഇത് ആരോഗ്യത്തിന് വളരെയധികം, ശ്വാസം മുട്ടലുള്ളവർക്ക് വളരെ ദോഷം ചെയ്യുന്നു. പിന്നെ ചെറിയ കുട്ടികൾക്ക് വളരെ ദോഷം ചെയ്യുന്നതാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, എൻ്റെ ഒരു നിരീക്ഷണമാണ്. ഇത് എത്രത്തോളം ശരിയെന്നറിയില്ല. എന്തായാലും ഇത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ചിന്തിക്കുമ്പോൾ ശരിയാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനി തെറ്റാൻ തോന്നുന്നെങ്കിലും എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാമെന്ന് പറയാനുള്ള. ഞങ്ങളുടെ ആരോഗ്യം സർവ്വധനാൽ പ്രധാനം, ആരോഗ്യം കഴിഞ്ഞിട്ടേ ബാക്കിയെല്ലാം ഉള്ളൂ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയലുണ്ട്. എനിക്ക് തോന്നുന്ന എൻ്റെ നിരീക്ഷണത്തിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയലുണ്ട്. അത് കേൾക്കുന്നവരുണ്ട്. അപ്പോൾ അതുപോലെ ഒരു നിരീക്ഷണമാണ് ഞാൻ ഇന്ന് രാവിലെ തന്നെ പറയുന്നത്. അപ്പോൾ ഇത് ശരിയാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക. തെറ്റാന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തിരുത്തി തരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.